ഹലോ, ഞാൻ ബിബിൻ. ഞാനിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോ ഇടുമ്പോൾ എൻ്റെ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഇൻഡിക്കേറ്റർ ഉണ്ടാവും CPR. അപ്പോൾ എനിക്ക് വരുന്നൊരു ചോദ്യമാണ്, ഒരു ഫുൾ ടൈം ട്രേഡർ ആവാൻ CPR ഒക്കെ മതിയോ? അപ്പോൾ അതിനൊക്കെ അഡ്വാൻസ് ആയിട്ടുള്ള SMC കോൺസെപ്റ്റോ ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെൻറ്റ് ഇങ്ങനെയുള്ള അഡ്വാൻസ്ഡ് സെറ്റപ്പിലേക്ക് നമ്മൾ പഠിക്കേണ്ടി വരില്ലേ? ഞാനിതെല്ലാം പഠിച്ചിട്ടുള്ള, മാർക്കറ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള, അതിലുപയോഗിച്ച് പ്രോഫിറ്റും ലോസും മേക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്, മഹാഭാരത യുദ്ധം നടക്കുന്ന സമയത്ത് മഹാദേവൻ അർജുന് പശുപതാസ്ത്രം ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിലും അർജുൻ അത് ഉപയോഗിച്ചിട്ടില്ല. അർജുൻ ഒരുപാട് സാധാരണ യോദ്ധാക്കളെ കളിച്ചിട്ടുണ്ട്, സാധാരണ അസ്ത്രങ്ങൾ ഉപയോഗിച്ച്. അതേ അർജുനൻ തന്നെ അശ്വത്ഥന്മാവിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതല്ല, എന്ത്, എവിടെ, എങ്ങനെ, ഈ 3 ചോദ്യങ്ങൾ നമുക്ക് ഉത്തരം ഉണ്ടാവണം. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ ഉള്ള ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കൺസ്റ്റൻറ്റ് പ്രോഫിറ്റ് എടുക്കാൻ CPR എന്ന് പറയുന്ന ഇൻഡിക്കേറ്ററിനെ പോലെ മറ്റു ഇൻഡിക്കേറ്റർ ഇല്ല എന്ന് തന്നെ പറയാം. SMC ഒക്കെ ഫോളോ ചെയ്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴും മാത്രമേ ഒരു ലക്ഷണമൊത്ത ട്രേഡ് നമുക്ക് കിട്ടാറുള്ളൂ. സോ നിങ്ങൾ ഏത് സ്ട്രാറ്റജി യൂസ് ചെയ്താലും, CPR ആയാലും RS ആയാലും എന്തായാലും, സ്ട്രിക്റ്റ്ലി അതിനെ ട്രസ്റ്റ് ചെയ്യുക. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ട്രസ്റ്റാണ്. ലോകത്ത് ആരെങ്കിലൊക്കെ നമ്മൾ വിശ്വസിക്കണമല്ലോ. സോ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ ട്രസ്റ്റ് ചെയ്യുക, അതിനെ കൺസ്റ്റൻ്റായിട്ട് മാർക്കറ്റിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡ്രോബാക്സും അഡ്വാൻറ്റേജ് എല്ലാം നമുക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റും. നമുക്കൊരു സിസ്റ്റം സ്വന്തമായി ഡെവലപ്പ് ചെയ്യാൻ പറ്റും.